ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിബിൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിഠായി പൊതിയിലേക്ക് സ്വാഗതം. അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വളരെ സങ്കടകരമായിരുന്നു. പട്ടിണിയും കഷ്ടപ്പാടും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് എന്തെല്ലാം പണികൾ ചെയ്യാമോ അതെല്ലാം അദ്ദേഹം ചെയ്തു. ചെറുപ്പകാലത്ത് അബ്ദുൽ കലാമിൻ്റെ ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പത്രവിതരണം. വീടുകളിലേക്ക് പത്രം വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ പോകാറില്ലേ, പ്ലെയിൻ പോലെ. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു പൈലറ്റ് ആയാൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ട് അധ്വാനിച്ച് പഠിച്ച് പരീക്ഷ എഴുതി. പക്ഷേ തോറ്റുപോയി. പിന്നീട് കലാമിൻ്റെ ആഗ്രഹം ഇന്ത്യൻ പട്ടാളത്തിലെ ഉയർന്ന പദവിയിലെത്തുകയായിരുന്നു. അതിനുവേണ്ടിയാണ് CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന പരീക്ഷ എഴുതിയത്. പക്ഷേ അതിലും തോറ്റുപോയി. ISROയിൽ എത്തിക്കഴിഞ്ഞ് അദ്ദേഹം നേതൃത്വം കൊടുത്ത ആദ്യത്തെ മേജർ പ്രോജക്റ്റായിരുന്നു SLV-3. ആ പ്രോജക്റ്റ് ISROയുടെ ചരിത്രത്തിൽ തന്നെ വലിയ പരാജയമായി മാറി. പിന്നീട് DRDOയുടെ പ്രതിരോധ മേഖലയുടെ തലപ്പത്തെത്തിയപ്പോൾ അദ്ദേഹം നേതൃത്വം കൊടുത്തതാണ് അഗ്നി പൃഥ്വി മിസൈൽ പ്രൊജക്റ്റുകൾ. അഗ്നിയുടെ ആദ്യ പരീക്ഷണം അമ്പേ പാളി. പൃഥ്വിയുടെ ആദ്യ പരീക്ഷണം അവസാനമായപ്പോൾ ഒഴിവാക്കേണ്ടി വന്നു. ഇതിനൊക്കെ പുറമെ അമേരിക്കയിൽ ജോൺ F കെന്നഡി എയർപോർട്ടിൽ വെച്ച് അബ്ദുൽ കലാമിനെ 2 തവണയാണ് മുഴുവനായി പരിശോധിച്ചത്. അവിടെയും അദ്ദേഹം അപമാനിതനായി. നോക്കിക്കേ, അബ്ദുൽ കലാമിൻ്റെ ആദ്യകാല ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളുമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. എങ്കിൽ ഇന്ന് നമുക്ക്, ഭാരതീയർക്ക്, ലോകത്തിന് ആരാണ് അബ്ദുൽ കലാം? അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പിന്നിലെ ആ മന്ത്രം അത് നമുക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് ദ സൺ. നിങ്ങൾക്ക് സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ഉരുകണം. ഇപ്പറഞ്ഞത് അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന രാമേശ്വരത്തുകാരൻ പ്രാവർത്തികമാക്കിയപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി മാറി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ 15 ഇന്ന് ലോകം മുഴുവൻ വിദ്യാർത്ഥി ദിനമായി, സ്റ്റുഡൻസ് ഡേ ആയി ആചരിക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായി 48 യൂണിവേഴ്സിറ്റികളാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകിയത്. അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ, ഇംഗ്ലീഷിലാണ് ആദ്യം എഴുതിയത്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും കൂടെ 13 വിദേശ ഭാഷകളിലുമായി ആ പുസ്തകം വായിക്കപ്പെടുന്നു. APJ അബ്ദുൽ കലാം സ്വിറ്റ്സർലൻഡിൽ പോയിരുന്നു. ഇന്ന് ആ ദിവസം ആ രാജ്യത്തിൻ്റെ നാഷണൽ സയൻസ് ഡേ ആണ്. ഇന്ത്യയിലെ എല്ലാ ആധുനിക മിസൈലുകളുടെയും പിന്നിലുള്ള ഇന്ത്യയുടെ മിസൈൽ മാൻ, നമ്മുടെ 2ാമത്തെ ആണവ പരീക്ഷണത്തിൻ്റെ പിന്നിലെ തലച്ചോർ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന, അങ്ങനെ എത്ര പുരസ്കാരങ്ങൾ. അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ അബ്ദുൽ കലാമിനോട് ചോദിച്ചു, ലോകം അങ്ങേ ഏതു രീതിയിലാണ് ഓർക്കേണ്ടത്? മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു അധ്യാപകനായി അറിയപ്പെടണം എന്നാണ്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രവർത്തനത്തിനിടെ 2015 ജൂലൈ 27 അങ്ങ് ഷില്ലോങ്ങിൽ വിദ്യാർത്ഥികളോട് സംസാരിച്ചിരിക്കെയാണ് ആ മഹാനുഭാവൻ നമ്മളെ വിട്ട് പിരിഞ്ഞത്. ഇന്ന് ജൂലൈ 27 അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മ ദിനം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ അവധി പ്രഖ്യാപിക്കരുത്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു ദിവസം അധികം ജോലി ചെയ്യൂ. ഈ കൊറോണ കാലത്ത്, പ്രതിസന്ധികളുടെ കാലത്ത് APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ നമുക്ക് ശക്തി പകരണം. കൂട്ടുകാരെ, ഉറങ്ങുമ്പോൾ കാണേണ്ടതല്ല സ്വപ്നം, നമ്മളെ ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ് സ്വപ്നം. APJ അബ്ദുൽ കലാമിനെ ഓർത്തുകൊണ്ട് സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബിൻ.